പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, മണിക്കൂറുകൾ നീണ്ട സാരസമ്പൂർണമായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട യുവ പ്രഭാഷകനായ അബ്ദുൽ ജബ്ബാർ സഖാഫി പാത്തൂരിൻ്റെ വളരെ നല്ല വഅദ് ഇവിടെ നടന്നു. അള്ളാഹു ഖബൂൽ നൽകട്ടെ. സഖാഫിക്കും ഷാഹിദിയല്ല, ഇതും സഖാഫി തന്നെ, റസാഖ് ബഷീർ സഖാഫി, അങ്ങനെയുള്ള ഇവിടെ ഒരുപാട് ഉസ്താദുമാർ, ഈ സ്റ്റേജിലുള്ള ആളുകൾ, മഹല്ല് ജമാഅത്ത്, ഉറൂസ് കമ്മിറ്റിക്കാർ, ഇതിൻ്റെ വളണ്ടിയേഴ്സ്, ഇവിടെ കൂടിയവർ, ഞങ്ങൾക്കൊക്കെ റബ്ബേ നീ ഖബൂൽ നൽകി ബറക്കത്തുള്ള, ഇസ്സത്തുള്ള, ഹിഫ്ളുള്ള, സലാമത്തുള്ള, ആഫിയത്തുള്ള ദീർഘായുസ്സ് ഏറ്റിത്തരണം റഹ്മാനെ. ഒരു വിഷമങ്ങളും ഒരു പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. എൻ്റെ വോയിസ് കേൾക്കുന്ന ഈ ഉറൂസിന് ഉദ്ദേശിച്ച് വന്ന എല്ലാ ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ഔലിയാ ഇവിടെ 4ഓളം മഹത്തുക്കൾ ഇവിടെ വിശ്രമിക്കുന്നു എന്നാണ് ബഷീർ സഖാഫിയുടെ പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലായത്. ഈ മഹാന്മാരെ ചാരത്ത് ദുആക്ക് ഇജാബത്തുള്ള മാസമാണ് ശഅബാൻ മാസം. റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്യുകയും ബറക്കാത്തുകൾ ചോദിക്കാൻ വിശ്വാസികളോട് കൽപ്പിക്കുകയും ചെയ്ത മാസമാണ് ശഅബാൻ മാസം. ഈ ശഅബാനിലെ ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച രാത്രിയിലാണ് നാം ഉള്ളത്. അതും പാതിരാത്രിയോടടുത്ത സമയം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കടങ്ങളും അങ്ങനെ തുടങ്ങി ഒരുപാട് ഞെരുക്കങ്ങൾ നമുക്കുണ്ട്. നമുക്ക് മരിക്കുന്ന സമയത്ത് ഈമാനോട് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയണം. ഖബറിൽ തങ്ങളെ സ്വീകരണം കിട്ടണം. അവിടത്തെ കാണിച്ച് മലായികത്ത് മാ തഖൂലു ഫീ ഹാദർ റജുൽ എന്ന് ചോദിക്കും തങ്ങളെ കാണിച്ചിട്ട്. അപ്പോൾ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെൻ്റെ നേതാവായ തങ്ങളാണെന്ന് മറുപടി പറയാൻ കഴിയണം. സ്വാലിഹീങ്ങളെ കൂടെ, ഈ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ നമുക്കെത്തണം. ആ ചിന്തയിൽ ഉറൂസ് ഉദ്ദേശിച്ച് വന്ന എല്ലാവരും ഈ സദസ്സിലേക്ക് ഇങ്ങോട്ട് കയറി വരിക. സഹോദരിമാർക്ക് പ്രത്യേകം ആ ഹിജാബിൻ്റെ അപ്പുറത്ത് റെഡിയാക്കിയ സ്ഥലമുണ്ട്. പുരുഷന്മാർക്ക് ഇവിടെ ഈ മുൻപന്തിയിലുണ്ട്, ഗ്രൗണ്ടുണ്ട്. കാരണം ഈ ദുനിയാവിൽ ഇതിപ്പോൾ ഒരു സമയം പോക്കിന് വേണ്ടി ഇവിടെ ഒന്ന് വന്നിങ്ങനെ കറങ്ങി ചന്തയിലൊക്കെ പോയി അവിടുന്ന് സാധനങ്ങൾ വാങ്ങി, അപ്പുറത്തുനിന്ന് ഐസ്ക്രീം വാങ്ങി, ഇപ്പുറത്തുനിന്ന് ജ്യൂസ് കുടിച്ച്, അതിനല്ല ഉറൂസ്. ഉറൂസ് മഹാന്മാരെ പൊരുത്തം, അവരെ സിയാറത്ത് ചെയ്ത് അവരെ പൊരുത്തത്തിലായി ഇതുപോലുള്ള സദസ്സുകൾ ഉണ്ടാകുമ്പോൾ ആ സദസ്സിൽ സംബന്ധിച്ച് ഇൽമിന്റെ സദസ്സ്, അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗീയ സദസ്സാണ്. ദുആക്ക് ഇജാബത്തുള്ള സദസ്സാണ്. മഹാന്മാരെ ചാരം, അത് ബറക്കത്തുള്ള സ്ഥലമാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരം ബറക്കത്തുള്ളതാണ്. ബാറക്ന ഹൗലഹു, അതിന്റെ പരിസരം നാം ബറക്കത്ത് ചെയ്തു എന്ന് ഖുർആനിലുണ്ട്. അത് ബിഖുബൂരിൽ അംബിയായി, മഹാന്മാരായ അംബിയാവിൻ്റെയും സ്വാലിഹീങ്ങളുടെയും മഖ്ബറകൾ ഉള്ളതിനാൽ അവിടെ വലിയ ബറക്കത്ത് ലഭ്യമായി എന്നാണ് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയത്. അപ്പോൾ ഈ പരിസരം ബറക്കത്തുള്ള സദസ്സാണ്. നമ്മളിങ്ങനെ അപ്പുറപ്പുറവും ഓടി നടന്ന് ഈ വളരെ ശ്രേഷ്ഠമായ സമയം നമുക്ക് നഷ്ടമായി പോയാൽ, ഇന്നിപ്പോൾ പെടുന്നനെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ചെറിയ ചെറിയ പ്രായത്തിൽ അറ്റാക്കുകളും ആക്സിഡന്റുകളും, അതുപോലെ മാരകമായ അസുഖങ്ങൾ. മുമ്പൊരു അസുഖമില്ല, പെട്ടെന്നൊരു പനി വന്നു,
തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ ചെക്കപ്പ് നടത്തിയപ്പോൾ റിപ്പോർട്ട് കിട്ടിയത് ബ്ലഡ് ക്യാൻസറാണ്. അങ്ങനെ ബ്രെയിൻ ട്യൂമർ, അങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ, കിഡ്നിക്ക് തകരാറ്, പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർമാരെ നിർദ്ദേശിക്കുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളാണ് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല സമയം, നല്ല ആരോഗ്യമുള്ള നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ ഈ ഷഅബാനിലെ ബറാഅത്തിന്റെ രാവ്, അത് ഞായറാഴ്ച ആണല്ലോ, ഞായറാഴ്ച കഴിഞ്ഞ രാത്രി, അന്നാണ് ബറാഅത്ത് രാത്രി. തിങ്കളാഴ്ചയാണ് പകലിലെ നോമ്പ്, സുന്നത്തായ നോമ്പ്. അങ്ങനെയാണ് നമ്മുടെ ഖാദിമാർ ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ദിവസം ഫീ ലൈലത്തി മുബാറക്ക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ലൈലത്തു മുബാറക്ക ഈ ബറാഅത്ത് രാവിനെ പറ്റിയാണെന്ന് മുഫസ്സിറുകൾ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ രാത്രി എന്ത് ചോദിച്ചാലും ആ ചോദ്യത്തിന് ഉത്തരമുണ്ട് എന്ന് പരിശുദ്ധമായ ഹദീസിൽ. ദുആക്ക് ഇജാബത്തുള്ള രാത്രികളാണ്. ഇനിയുള്ള ഓരോ ടൈമുകളും വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ ഈ വിലപ്പെട്ട സമയം അവിടുന്നും ഇവിടുന്നും ഒക്കെ ഇങ്ങനെ കറങ്ങി കുറച്ച് സാധനം വാങ്ങി കുറച്ചങ്ങനെ ചുറ്റി കറങ്ങി നടന്നാൽ അത് മഹാന്മാരെ പൊരുത്തം കിട്ടൂല. അവർക്ക് വിഷമായി പോവും. ആര് വിഷമിപ്പിച്ചാൽ നമുക്കും പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് വളരെ അച്ചടക്കത്തോടെ, വളരെ ശാന്തരായി, ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വയിലായി, വറയിലായി, സൂക്ഷ്മതയിലായി അള്ളാഹുവിനെയും അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുസരിച്ച് മഹാന്മാരെ മഹബത്തിൽ അവരെ പൊരുത്തം, ഒരദബുകേട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ശ്രദ്ധിക്കുക. ഇവിടെ കയറി വന്നപ്പോൾ തന്നെ അൽഹംദുലില്ലാ വളരെ നല്ല സൈലന്റായ ഒരു അവസ്ഥയാണ്. ഈ ഉറൂസ് എല്ലാ ജനങ്ങളും സഹോദരിമാരാണെങ്കിലും എല്ലാവരും വളരെ അച്ചടക്കത്തോടെ, വലിയ ഭക്തിയോടെ, വളരെ അതബോടുകൂടിയാണ് ഈ ഉറൂസിന്റെ സദസ്സിൽ എത്തിയത് എന്ന് നമുക്ക് വരുന്ന വഴിയിൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ കാര്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അള്ളാഹുവിനും അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. അള്ളാഹുവിന് വഴിപ്പെടുന്നവരാരാണ്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്നവരാരാണ്? അവർക്കുള്ള ബഹുമാനം, അവർ അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിതു കൊടുത്ത മഹാന്മാരായ അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാം, സുദ്ദീഖീങ്ങൾ, ശുഹദാ, സ്വാലിഹീങ്ങൾ, അവരെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണെന്ന്. അപ്പൊ സ്വർഗത്തിൽ നമുക്ക് മഹാന്മാരെ ജിവാറിൽ ഒരു ചാൻസ് കിട്ടണം. അല്ലാതെ ഇവിടെ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ഇന്ന് കഴിഞ്ഞാൽ ഇന്ന്, നാളത്തെ നമുക്ക് പറയാൻ പറ്റൂല. ഇവിടുത്തതിനൊന്നും നിലനിൽപ്പില്ല. അള്ളാഹുവിനെ അറിഞ്ഞ ആരിഫീങ്ങളൊക്കെ അതാണ് നമുക്ക് നൽകിയ സന്ദേശം. അദ്ദുന്യാ ദാറുൽ ഫനാ, ഈ ദുനിയാവ് നശിക്കുന്ന ലോകാണ്. ഇവിടത്തെ ഉമ്മബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല. ഇവിടത്തെ വീടുകളും ഫ്ലാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും നിലനിൽപ്പില്ല. വൽ ആഖിറതു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ഖുർആന്റെ സാക്ഷ്യപ്പെടുത്തൽ കമാ ഖാല തആല വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, ശേഷിക്കുന്ന ലോകം പാരത്രിക ലോകം. ആ പാരത്രിക ലോകം വിജയിപ്പിച്ചെടുക്കാനാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ, ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരു പ്രവൃത്തിയും നാം ചെയ്യൂല. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം. ഇനിയിപ്പോൾ റമദാനാ വരുന്നത്. എന്തെന്തോ വലിയ ശ്രേഷ്ഠമായ സമയങ്ങളാണ്. കഴിഞ്ഞ സമയമൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് ഖബറിലാണ്. എത്രയോ ആളുകൾ, നല്ല ചുറുചുറുക്ക് ആരോഗ്യമുള്ള ചെറുപ്പക്കാരടക്കം ഇന്ന് ഡയാലിസിസ് ചെയ്യാണ്, ആഴ്ചയിൽ 3 പ്രാവശ്യം. എനിക്കറിയുന്നതാണ്. നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും യാത്രയിലാണ്. ഞാനിപ്പോൾ ഇന്നലെ മക്കരപറമ്പ്, മലപ്പുറം കൊളപ്പറമ്പ് പരിപാടി കഴിഞ്ഞ് ഇന്ന് പുലർച്ചെയാണ് എത്തിയത്. ഇന്ന് പുലർച്ചെ ബായാറിലുള്ള ആളുകളൊക്കെ നോക്കി അവിടുന്ന് അസർ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇനി ഇങ്ങനെ കറങ്ങി
ഏത് സമയം ഫുൾ ടൈം യാത്രയാണ്. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തില്ല, യാത്രയിൽ തന്നെ ഫുള്ള്. അപ്പോൾ എല്ലാ സ്ഥലത്തുള്ള അവസ്ഥ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. എത്രയോ ആളുകൾ ഓരോ സദസ്സിൽ ചെല്ലുമ്പോൾ എത്ര ക്യാൻസർ രോഗികൾ, ചെറിയ കുട്ടികൾ, ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ, കിഡ്നി തകർന്നവർ, നല്ല നല്ല ചെറുപ്പക്കാർ, ഒരസുഖമില്ലായിരുന്നു 2 കിഡ്നിയും തകർന്ന് ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുക. ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ ഇതൊന്നും നമുക്ക് ആഫിയത്തൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹിനോട് നമ്മൾ ആഫിയത്തിന് ചോദിക്കുക. അള്ളാഹു ആഫിയത്തും ബറക്കത്തുള്ള ദീർഘായുസ് അള്ളാഹു ഏറ്റിത്തരട്ടെ. അപ്പോൾ നമ്മളൊന്ന് ഒരു നല്ല നല്ല സമയം, അത് വിലപ്പെട്ടതാണ്. ഇത് ശഅബാൻ മാസമാണ്. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു കൊല്ലത്തെ ആയുസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് കണക്കാക്കുന്ന ശ്രേഷ്ഠമായ രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. അന്നത്തെ രാത്രി മഅരിബിന്റെ ശേഷം 3 യാസീൻ ഓതാൻ വേണ്ടി മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതൊക്കെ ജബ്ബാർ സഖാഫി പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അല്ലെങ്കിൽ നിങ്ങളെ മഹലിൽ നിന്നുള്ള ഉസ്താദുമാരും വെള്ളിയാഴ്ച അത് പറയും. ഇനിയിപ്പോൾ നാളെയും പറയാം. അതെന്തിനു വേണ്ടിയാണ്? ആയുസ്സിന് വേണ്ടിയും റിസ്ഖിൽ ബർക്കത്തുണ്ടാവാനും അതുപോലെ ആഫത്തുകൾ തട്ടപ്പെടാൻ, ഹുസ്നുൽ ഖാത്തിമക്ക് എന്നൊക്കെ അങ്ങനെ പല നിലക്കും ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് ആഖിബത്ത് നന്നാവാൻ ഒക്കെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ദുആ അതൊക്കെ ആ രാത്രി മഹാന്മാരെ സിയാറത്ത് ചെയ്യുക, ഖബറാളികളെടുത്ത് പോയി സിയാറത്ത് ചെയ്യുക. അന്ന് ഫുള്ള് ഹയാത്താക്കുക. അന്ന് ദിക്റിലും സ്വലാത്തിലും അതുപോലെ നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ച് ദുആകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അന്ന് നേരം പുലരുന്നത് വരെ ആ നിലക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി സമയം കഴിച്ചു കൂട്ടാനൊക്കെ നാം സന്നദ്ധരാകണം. വളരെ വിലപ്പെട്ട രാത്രിയാണ്. ഒരു മനുഷ്യൻ്റെ 1 വർഷത്തേക്കുള്ള കാര്യങ്ങൾ ഖദറാക്കുന്ന രാത്രിയാണ്. ആ ഓർമ്മ നമുക്ക് വേണം. ആ യാസീൻ സൂറത്ത് ഒരാളും മുടക്കി പോകരുത്. സൂറത്തു ദുഹാൻ ഉൾപ്പെടെ ഒരുപാട് സൂറത്തുകളും ദിക്റുകളും ഒക്കെ അന്നത്തെ രാത്രിയിൽ ചൊല്ലാനുണ്ട്. അതൊക്കെ നാം വിട്ടുപോകാതെ ആ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വേണം. വളരെ ശ്രേഷ്ഠമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാൻ ശരീഫ് റമദാനു ഷഹ്റു ഉമ്മത്തി ഖാല റസൂലുള്ളാഹി, എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് റമദാൻ എന്ന് അവിടുന്ന് പരിചയപ്പെടുത്തി. റമദാന്റെ പോരിശ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രി ഉൾപ്പെട്ട പരിശുദ്ധ മാസമാണ് റമദാൻ. മഹാന്മാരായ ബദരീങ്ങൾ ബദറിന്റെ രണാങ്കളത്തിൽ അവരെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമാകുന്ന ഈമാനാകുന്ന ആയുധം കൊണ്ട് ബദറിന്റെ രണാങ്കളത്തിൽ ഇറങ്ങി ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ച് ഐതിഹാസികമായ വിജയം കൈവരിച്ച ബദർ ദിനം ഉൾപ്പെട്ട മാസമാണ് റമദാൻ, തറാവീഹിന്റെ മാസം. അങ്ങനെ എത്രയോ ശ്രേഷ്ഠതകൾ. ഒരു ഫർളിന് 70 ഫർളിൻ്റെ, ഒരു സുന്നത്തിന് 70, ഒരു സുന്നത്തിന് ഒരു ഫർളിൻ്റെ. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയാണ് ഒരു അബ്ദിൻ്റെ, ഒരു അടിമയുടെ ഇഖ്ലാസും അവൻ്റെ ഖൽബും എന്ന് നോക്കി അല്ലാഹു പരിധിയില്ലാതെ നൽകുന്ന വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാന് നല്ല മനസ്സോടെ, കറകളഞ്ഞ ശുദ്ധ മനസ്സോടെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ കരഞ്ഞു പറഞ്ഞ് അള്ളാഹുവിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഇനി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മൗത്ത് വരെ നിലനിർത്താൻ നമുക്ക് പറ്റണം. പരിശുദ്ധ നോമ്പ് തന്നെ ഖുർആൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നോമ്പ്, റമദാനിലെ നോമ്പെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ തഖ്വയിൽ അധിഷ്ഠിതമായ അല്ലാഹ് കൽപ്പിച്ചതെടുക്കുക, വേണ്ടെന്ന് പറഞ്ഞത് മാറ്റിവെക്കുക, തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ച് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച്, സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച്, ചെറിയ കാലായുസ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലുമായി നമുക്ക് ജീവിക്കാൻ കഴിയണം.
റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സംബന്ധിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞു. ഇനി അടുത്ത ബായാറ് സ്വലാത്ത് റമളാൻ നോമ്പ് 23-ാം രാത്രിയാണ്. നോമ്പ് 22-ന് നോമ്പ് തുറയോടുകൂടെ ഇഫ്താറോടുകൂടെ ആരംഭിക്കും, അത്താഴം വരെ നീണ്ടു നിൽക്കും. നിങ്ങളൊക്കെ വരണം. എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തങ്ങൽ സ്വലാത്ത് മലപ്പുറം ജില്ലയിലെ മാർച്ച് മാസം 4-ാം തീയതിയാണെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഈ എറോസ് പരിപാടി നാളെയും മറ്റന്നാളൊക്കെ ഉണ്ട്. ഞായറാഴ്ചയാണ് സമാപിക്കുക. ആ സമയം വരെ എല്ലാവരും ഈ പരിപാടിയോടൊക്കെ സഹകരിച്ച് നമ്മുടെയൊക്കെ സാന്നിധ്യം നമുക്ക് ആ മജ്‌ലിസുകളിൽ ഉണ്ടാകണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ഇത് സ്വലാത്തിൻ്റെ വാർഷിക സമ്മേളനം കൂടിയാണ്. ശഅബാൻ മാസം തന്നെ സ്വലാത്തിൻ്റെ വാർഷിക മാസമാണ്. സ്വലാത്ത് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മതിയാകുന്നതാണ്. സ്വലാത്ത് ചൊല്ലിയാൽ ദോഷം പൊറുക്കും, രോഗം സുഖപ്പെടും, കടങ്ങൾ വീടിക്കിട്ടും, ടെൻഷൻ നീങ്ങിക്കിട്ടും, ആവശ്യങ്ങൾ പൂർത്തീകരിക്കും, ഈമാന് പവർ കൂടും, ഇഖ്ലാസിന് പവർ കൂടും, തഖ്വക്ക് പവർ കൂടും, വറഅന് സൂക്ഷ്മതക്ക് പവർ കൂടും. തങ്ങളെ പല പ്രാവശ്യം യഖ്ളത്തിലും മനാമിലും കാണാൻ പറ്റും. അവിടത്തെ കണ്ട് തബസ്സുമിലായി കലിമ ചൊല്ലി പിരിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ഇല്ല. അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്പം ദിക്ർ സ്വലാത്ത് പറഞ്ഞ് ദുആയിലേക്ക് കടക്കുന്നു. നമ്മളെ ലൈവിൻ്റെ GM അവിടെ ഉണ്ട്. ഈ അമ്മേമ്പള മക്കാമ ബോളിയാറിൻ്റെ അടുത്താണിത്. ഇവിടെയുള്ള ഉസ്താദുമാരെല്ലാവരും ഈ നാട്ടിലെ മഹല്ല് ജമാഅത്തിലെ പരിസര ജമാഅത്തിലുള്ള എല്ലാ നേതാക്കളും വേണ്ടപ്പെട്ടവരും എല്ലാവരും ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, ബറക്കാത്തുകൾ. സൗണ്ടിൻ്റെ ആൾക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അയാളിപ്പോൾ എന്താ എന്നെ പറയാത്ത ലൈവിനെ പറഞ്ഞിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അസ്തഗ്ഫിറുല്ലാഹൽ